വിദ്യാഭ്യാസ വായ്പ കേരളത്തിനകത്തും പുറത്തും ഇന്ത്യയിലും വിദേശത്തും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. നിർമ്മാണത്തിന് വേണ്ടിയിട്ട് 35 ലക്ഷം രൂപ അനുവദിച്ചു. അത് ഏറ്റെടുത്തുകൊണ്ട് എഗ്രിമെൻ്റ് വെച്ചു. ഇനിയിപ്പോൾ ഉടനെ തന്നെ പണി ആരംഭിക്കുകയാണ്. അപ്പോൾ ഇനി പാലായിൽ വരുന്ന ഉദ്യോഗസ്ഥകളായ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി വരുന്ന മുണ്ടക്കയത്ത് പൈങ്ങണ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഷെൽട്ടർ ഹോമുണ്ട്. നമസ്കാരം. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡ് അംഗം ശ്രീമതി പെണ്ണമ്മ ജോസഫാണ് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ടീച്ചർ. നമസ്കാരം. സംസ്ഥാനത്തെ മികച്ച അധ്യാപക അവാർഡ് കൂടി നേടിയ അധ്യാപികയാണ് താങ്കൾ. ഇപ്പോൾ സംസ്ഥാനത്തെ വനിതകൾക്കായി എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് കോർപ്പറേഷൻ രൂപീകരിച്ചിരിക്കുന്നത്, നടപ്പാക്കി വരുന്നത്? വനിതാ വികസന കോർപ്പറേഷൻ്റെ ലക്ഷ്യം തന്നെ സ്ത്രീകളുടെ സാമ്പത്തിക ഉന്നമനത്തിനായി പരിശ്രമിക്കുന്ന ഒരു കോർപ്പറേഷനാണ് വനിതാ വികസന കോർപ്പറേഷൻ. സ്വയം തൊഴിൽ വായ്പ, വിദ്യാഭ്യാസ വായ്പ, മൈക്രോ ഫിനാൻസ് വായ്പ എന്നിങ്ങനെ പല വിധത്തിലുള്ള വായ്പകളാണ് കൊടുക്കുന്നത്. സ്വയം തൊഴിൽ വായ്പ വ്യക്തിഗതമായിട്ടാണ് കൊടുക്കുന്നത്. സ്ത്രീകൾക്ക് സ്വയം തൊഴിലിന് ഇൻഡിവിജ്വലായിട്ട് ആണ് കൂടുതലും കൊടുക്കുന്നത്. വസ്തുവിന്മേലാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ് ഇങ്ങനെ കൊടുക്കുമ്പോൾ അത് 5 വർഷം കൊണ്ടുള്ള EMI ആയിട്ടാണ് തിരിച്ചടയ്ക്കേണ്ടത്. ആ ആൾക്കാർക്ക് വളരെ പ്രയോജനകരമാണ്. ചെറിയ പലിശ നിരക്കിലാണ് ഇത് കൊടുക്കുന്നത്. 6%, 8% ഒക്കെ പലിശ നിരക്കിലാണ് നമ്മൾ വായ്പ കൊടുക്കുന്നത്. അത് വലിയ ഉപകാരമാണ് സ്ത്രീകൾക്ക്. പിന്നെ വിദ്യാഭ്യാസ വായ്പ കേരളത്തിനകത്തും പുറത്തും ഇന്ത്യയിലും വിദേശത്തും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഇന്ത്യക്കകത്ത് 15 ലക്ഷം വരെയും വിദേശത്ത് 30 ലക്ഷം വരെയാണ് കൊടുക്കുന്നത്. അതൊക്കെ നമുക്ക് ഇപ്പോൾ ഈ കോട്ടയം ജില്ലയിലൊക്കെ കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ ഭരണസമിതി വന്നതിന് ശേഷം 1.5 കോടിയായിരുന്നു CDSകൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു പഞ്ചായത്തിൽ CDSന് 3 കോടി രൂപ വരെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സംഘത്തിന് 20 ലക്ഷം രൂപ വരെ കൊടുക്കും, ഒരു വ്യക്തിക്ക് 1 ലക്ഷം രൂപ വരെ. അത് 4%, 5% പലിശയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പം അത് വളരെ ഉപകാരപ്രദമാണ്. ഗ്രൂപ്പായിട്ടുമൊക്കെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ. CDS വഴിയാണ് മൈക്രോ ഫിനാൻസിൻ്റെ അപേക്ഷിക്കേണ്ടത്. അല്ലാത്തത് വ്യക്തിഗതമായിട്ട്. ഇപ്പോൾ സ്ഥലം ആരുടെ പേരിലാണെങ്കിൽ സ്ത്രീകളാണ്, 18-നും 55-നും വയസ്സിനിടയ്ക്കുള്ള സ്ത്രീകളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ. അവർക്കാണ് കൊടുക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് വിധവകൾക്കായിട്ട് എന്തൊക്കെ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്? അവർക്ക് ഒരുപക്ഷെ സ്ഥലമില്ലായിരിക്കാം, ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ അകൽച്ചയിൽ ഉള്ള അവസ്ഥയിലൊക്കെ ആയിരിക്കാം, അവർ മാനസികമായി തകർന്ന അവസ്ഥയിലും ആയിരിക്കാം. അവർക്ക് എന്ത് ഹെൽപ്പാണ് ഈ ഒരു കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? അവർക്ക് ഈ വിധവകൾക്കെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് അങ്ങനെയില്ല. ഇതിനകത്ത് കോവിഡ് വന്നു മരിച്ചുപോയ ആശ്രിതരായ വനിതകൾക്ക് വസ്തുവിൻ്റെ കരംകെട്ടി രസീത് ഒക്കെ വെച്ച് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വായ്പ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ വരെയാണ് അത് വായ്പ. 1 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചടയ്ക്കാൻ തുടങ്ങിയാൽ മതി. എന്തെങ്കിലും ബിസിനസ് തുടങ്ങി അതിനുശേഷം അവർക്ക് അത് 50,000 1 ലക്ഷമോ അപ്പോൾ അവരെടുക്കുന്നതിൻ്റെ അതിൻ്റെ 20% വരെ സബ്സിഡി കൊടുക്കും തിരിച്ചടവ് കഴിയുമ്പം കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുന്നവർക്ക്. അത് വലിയൊരു ഉപകാരമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഇതിനകത്ത് ഈടില്ലാതെ നമ്മൾ കൊടുക്കാറില്ല. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. കാരണം ഇതൊരു ധനകാര്യ കോർപ്പറേഷനാണല്ലോ, സംവിധാനമാണ്. ഇത് ഈ ചെറിയ വായ്പ, ചെറിയ പലിശയേ ഉള്ളെന്നുള്ളതാണ് മറ്റ് സ്ഥാപനങ്ങളെക്കാൾ കൂടുതൽ. പിന്നെ സ്ത്രീകൾക്ക് മാത്രമായിട്ടാണ് വിദ്യാഭ്യാസ വായ്പയാണെങ്കിലും എന്ത് വായ്പയാണെങ്കിലും സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇവർ സ്വയം തൊഴിൽ സംരംഭങ്ങളിലൂടെയൊക്കെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ പല എക്സിബിഷനുകൾ, ഇപ്പം വനിതാ വികസന കോർപ്പറേഷൻ തന്നെ ഓരോ വർഷവും എക്സിബിഷൻ നടത്തി അതിന് വിപണികൾ കണ്ടുപിടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് സ്കൂളുകളിൽ ഷീപ്പാട് പദ്ധതി, ഹൈജീനിക്കായിട്ട് ഇതൊക്കെ ഷീപ്പാട് പദ്ധതി കൊടുക്കുന്നുണ്ട്.
അതുകൂടാതെ ഈ ഹെൽപ്പ് ലൈനാണ് ഏറ്റവും പ്രധാനമായിട്ട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ഉണ്ട്. എന്ത് രാത്രിയിൽ ആവശ്യം വന്നാലും വിളിക്കാം, ഏതാവശ്യം വന്നാലും എവിടെയാണേലും വിളിക്കാം. 181 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ്. പിന്നെ പോലീസുകാർക്ക് ട്രെയിനിങ് ആയിട്ട് ബോധ്യം എന്നൊരു പദ്ധതിയുണ്ട്. അപ്പോൾ ആ ബോധ്യം പദ്ധതിയിലൂടെ സ്ത്രീകളോടും കുട്ടികളോടും ഒക്കെ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത്, അപ്പോൾ അവർക്ക് അവരുടെ അവകാശങ്ങളെ പറ്റിയൊക്കെ ബോധ്യപ്പെടുത്തി കൊടുത്ത്. അപ്പോൾ അതുകൂടാതെ കോളേജുകളിൽ വിമൻസ് സെല്ല് പ്രവർത്തിക്കുന്നുണ്ട്. അത് ഇതിന്റെ ഇതിൽ വരുന്നതാണ്. എല്ലാ കോളേജുകളിലും ഉണ്ട്, മിക്കവാറും എല്ലാ കോളേജുകളിലും ഉണ്ട്. അപ്പോൾ ഇവിടെ അൽഫോൺസ കോളേജിലൊക്കെ നമ്മൾ വിമൻസ് സെല്ലിൻ്റെ ട്രെയിനിങ് അതുപോലെ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ക്ലാസ്സൊക്കെ. നമുക്കിപ്പം നമ്മുടെ ഏറ്റുമാനൂരിൽ ഈയിടെ നമ്മൾ കണ്ടു ഒരു അമ്മ 2 മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം അവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിവില്ലാഞ്ഞിട്ടായിരിക്കില്ല അവരെ ഹെൽപ്പ് ചെയ്യാനും ഇല്ലെങ്കിൽ സ്വന്തം നിലയിൽ നിൽക്കാനുമുള്ള ഒരു സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പൊതുജനങ്ങളിലൊക്കെ ഉണ്ടാവുന്നില്ല. അപ്പം അങ്ങനെ പുള്ളിക്കാരി ചിന്തിക്കാനുള്ള കാരണം അതിലെന്താണ് പറയാനുള്ളത്? വനിതാ വികസന കോർപ്പറേഷൻ അതിൽ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. അവർക്ക് ഈ ഹെൽപ്പ് ലൈനിൽ വിളിക്കുകയൊക്കെ ചെയ്ത് അഡ്വൈസ് കൊടുക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുക. അല്ലാതെ കൊണ്ട് ഈ നമ്മുടെ വനിതാ ശിശു വികസന മന്ത്രാലയത്തിൻ്റെ കീഴിൽ സാമൂഹ്യക്ഷേമ ബോർഡ് എന്ന് പറഞ്ഞ മുമ്പ് പ്രവർത്തിച്ചിരുന്ന ഒരു ബോർഡുണ്ട്. അതിൻ്റെ കീഴിൽ ഷെൽട്ടർ ഹോമുകൾ എല്ലാ ജില്ലയിലും ഉണ്ട്. ആ ഷെൽട്ടർ ഹോം ഇവിടെ ഞാൻ 2012 മുതൽ 2018 വരെ സാമൂഹ്യക്ഷേമ ബോർഡ് മെമ്പറായിരുന്നു. അന്ന് മുണ്ടക്കയത്ത് പൈങ്ങണ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഷെൽട്ടർ ഹോമുണ്ട്. അവിടെ നമുക്ക് ഗാർഹിക പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾ, മറ്റ് എന്തെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടുള്ള സ്ത്രീകൾക്ക് കുട്ടികളെയും കൊണ്ട് വന്ന് താമസിക്കാനുള്ള സൗകര്യം അവിടെയുണ്ട്. അപ്പോൾ അതൊക്കെ അറിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സൗജന്യമായിട്ട് സർക്കാർ ചെലവിൽ താമസിക്കുകയും ചെയ്യാം. ഭക്ഷണം, പിന്നെ എന്തെങ്കിലും തൊഴിലൊക്കെ പഠിപ്പിച്ച് അവർക്ക് ഒരു പുനരധിവാസം നടക്കുന്നിടം വരെ കേസ് നടത്താനുള്ള സൗജന്യ നിയമസഹായം, കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം, ഏത് സ്കൂളിലാണെങ്കിലും അവരുടെ കൂടെ വരുന്ന കുട്ടികളെ ഉണ്ട്. മാനേജരും എല്ലാ കെട്ടിടവും എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു 50 സ്ത്രീകൾക്കൊക്കെ വരെ താമസിക്കുന്ന ഉണ്ട്. നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നുണ്ട്. ഒരു പ്രൊട്ടക്ഷൻ ഓഫീസറുണ്ട് സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ഇവിടെ വികസന വകുപ്പിൻ്റെ കീഴിൽ. അപ്പോൾ അവർ അതേപ്പറ്റി സാധാരണ അങ്ങനെ പറഞ്ഞു കേൾക്കാറില്ല. പക്ഷേ ഇത് വളരെ ബോധവൽക്കരണം നടത്തേണ്ട ഒരു കാര്യം എല്ലാ ജില്ലകളിലും ഉണ്ട്. കളക്ടറേറ്റൊക്കെ ബന്ധിച്ച് സാമൂഹ്യ വികസന ഓഫീസറും ഒക്കെ ഉണ്ട്. അല്ല, കോട്ടയത്ത് ഓഫീസ് കളക്ടറേറ്റില്ല, താമസിക്കാനുള്ള സ്ഥലം മുണ്ടക്കയത്ത് പൈങ്ങണ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതൊരു അസിസി അവിടെ FCC സിസ്റ്റേഴ്സാണ് അവിടെ എൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. നല്ല സൗകര്യമുള്ള എല്ലാ സെക്യൂരിറ്റിയൊക്കെ ഉണ്ട്. ഇപ്പം ഗാർഹിക പീഡനം കൊണ്ടൊക്കെ ചെല്ലുന്നവരെ അവിടെ ചെന്ന് ചുമ്മാ കയറി ആക്രമിക്കാനൊന്നും പറ്റില്ല. സെക്യൂരിറ്റി തൊട്ട് കൗൺസിലേഴ്സ് ഉണ്ട്, ഗവൺമെന്റ് വെച്ചിരിക്കുന്ന കൗൺസിലേഴ്സും ഉണ്ട്. സ്ത്രീകളെ ഇത് ഒരുപാട് ഡൗൺ ആകുന്നവര് അല്ലേ മാനസികമായിട്ട്? പിന്നെ തീർച്ചയായിട്ടും ഇപ്പൊ കുടുംബങ്ങളിലൊക്കെ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇവര് ചെന്ന് ബന്ധപ്പെട്ടാൽ അവർക്ക് ഒന്നുകിൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളും നോക്കി കൊടുക്കുന്നുണ്ട്. അതെ അതെ. അപ്പൊ അങ്ങനെ നിയമസഹായവും ഭക്ഷണം, വസ്ത്രം ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും സർക്കാർ ഇത്തരം ഹോമുകളിൽ റെഡിയാക്കിയിട്ടുണ്ട്. പാലാ നഗരസഭയുടെ നമ്മുടെ ഇവിടെ ഒരു ഹോസ്റ്റൽ ഒരുപാട് കാലമായിട്ടത് പള്ള മൂടിക്കിടക്കുകയായിരുന്നു. അപ്പോൾ അത് ഏറ്റെടുത്ത് നടത്താൻ ആളില്ലാഞ്ഞിട്ടാണ് അത് അങ്ങനെ കിടന്നത്. അപ്പോൾ അത് ഇപ്പം വനിതാ വികസന കോർപ്പറേഷൻ ഏറ്റെടുക്കുകയാണ്. താങ്കളത് നഗരസഭയിലെ ചെയർമാൻ അവർ ഒപ്പുവെച്ചായിരുന്നു, പോയി കാണുകയൊക്കെ ചെയ്തു, നമ്മളുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഇനി നടക്കുക? എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് വേണ്ടി ചെയ്തത്? അത് ആദ്യമായിട്ട് നമ്മളൊരു അപേക്ഷ വനിതാ വികസന കോർപ്പറേഷനിൽ വെച്ചു, മുനിസിപ്പാലിറ്റി കൊണ്ട് വെപ്പിച്ചു. അതിനുശേഷം അവിടെ നിന്ന് വന്ന് പരിശോധനകൾ നടത്തി. അവസാനം ഇതിൻ്റെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് പണിയുന്നതിനുള്ള കാര്യങ്ങളെല്ലാം നടത്തി പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ട് 35 ലക്ഷം രൂപ അനുവദിച്ചു. അത് ഏറ്റെടുത്തുകൊണ്ട് എഗ്രിമെൻ്റ് വെച്ചു. ഇനിയിപ്പോൾ ഉടനെ തന്നെ പണി ആരംഭിക്കുകയാണ്. പണി ആരംഭിച്ചു കഴിഞ്ഞാൽ മെയ് മാസത്തോടെ അത് പൂർത്തീകരിച്ച് ഹോസ്റ്റൽ പ്രവർത്തന സജ്ജമാകും. അപ്പോൾ ഇനി പാലായിൽ വരുന്ന ഉദ്യോഗസ്ഥകളായ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി വരുന്ന അവിടെ ഒരു 80 പേർക്ക് താമസിക്കാം. അപ്പം ഓരോ മുറിയിൽ 4 പേര് അങ്ങനെയൊക്കെ വെച്ചാണ്. പിന്നെ സിംഗിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഇതുണ്ട്. പിന്നെ അതിനകത്ത് വേറൊരു കാര്യമുള്ള 4-5 ദിവസത്തേക്കൊക്കെ നമ്മുടെ ഇവിടെ വല്ല പരീക്ഷ എഴുതാനോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിനോ ഒക്കെ വരുന്ന സ്ത്രീകൾക്ക് ഒരു ദിവസത്തേക്കാണെങ്കിലും അവിടെ ഒരു റൂം ഒഴിവാക്കിയിട്ടിരിക്കും, ഷോർട്ട് സ്റ്റേ ആയിട്ട്. കാരണം സ്ത്രീകൾ വരുമ്പോൾ അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് ഇവിടെ തന്നെ മാനേജ് വാടനയൊക്കെ വെക്കുന്ന സ്ത്രീകൾ തന്നെ ആയിരിക്കും എല്ലാം. അതെ അതെ അതെ.
സെക്യൂരിറ്റിക്ക് മാത്രം ഒരു പുരുഷൻ കാണും. അപ്പോൾ അത് പുറത്ത് ഒരു റൂം ഉണ്ടാക്കി. ബാക്കി എല്ലാം ക്യാൻറ്റീൻ കാണും. ക്യാൻറ്റീൻ ഉണ്ട്. പിന്നെ കൊച്ചു കുട്ടികളെ കൊണ്ടുവന്ന് താമസിക്കണമെങ്കിൽ ക്രഷ് ഉണ്ടാക്കും. അപ്പം പിന്നെ അതിനകത്ത് തന്നെ ഒരു ജിമ്മും ഒക്കെ സംഘടിപ്പിക്കാനുള്ള നല്ല സൗകര്യപ്രദമായ സ്ഥലത്താണ്. 5 ലക്ഷം രൂപ ചെലവഴിക്കുമ്പോൾ അതിൻ്റെതായ ഒരു മാറ്റം അത് ഈ ഒരു വർഷം, ഇനി അടുത്ത വർഷം വീണ്ടും അതിന്റെ ബാക്കി കുറച്ച് ഭാഗം ചെയ്ത് നോക്കിയിട്ടാണ്. അങ്ങനെയാണല്ലേ. എല്ലാ സൗകര്യങ്ങളും ഡെവലപ്പ് ചെയ്യും ആവശ്യമെങ്കിൽ ആള് അതനുസരിച്ച്. ഇപ്പൊ ഇതിനകത്ത് ഗവൺമെന്റ് ഏജൻസി HNL-നാണ് അതിന്റെ വർക്ക് ഓർഡർ കൊടുത്തിരിക്കുന്നത്. എല്ലാ ജില്ലയിലും ഉണ്ട് ഇത്. എല്ലാ ജില്ലകളിലും തന്നെ ഉണ്ട്. ഇപ്പൊ ആലപ്പുഴയില്ല, ഇപ്പൊ കോട്ടയത്തില്ലായിരുന്നു, ഇപ്പൊ കോട്ടയത്ത് ഇപ്പൊ ആവുന്നു. പത്തനംതിട്ട കഴിഞ്ഞ വർഷമായി. അപ്പൊ അതെല്ലാം നല്ല ബിൽഡിങ്ങുകൾ. ഇതിപ്പോ നമ്മള് കോർപ്പറേഷൻ, വനിതാ വികസന കോർപ്പറേഷൻ നഗരസഭയ്ക്ക് കൊടുക്കേണ്ടി വരുന്ന തുകയുണ്ടല്ലോ, അതിന് ആനുപാതികമായിട്ടായിരിക്കുമോ ഈ നമ്മള് ഈ താമസിക്കുന്ന ആളുകളോട് വാങ്ങുന്നത്? അങ്ങനെ വാടകയും ഭക്ഷണച്ചെലവും എല്ലാം കൂടെ ഒന്ന് ഡിവൈഡ് ചെയ്തായിരിക്കും. അങ്ങനെ വരുമ്പോഴും വലിയ കൂടുതൽ വരുന്നില്ല. ഒരു 5000 രൂപയിലൊക്കെ താഴെ ചെലവ് വരുള്ളൂ. മന്ത്ലി വരുന്നുള്ളൂ. 5000 താഴെ വരുള്ളൂ, ഭക്ഷണം ഉൾപ്പെടെ. അതെ, അതൊരു നല്ല കാര്യമാണ്. പാലായില് ഭക്ഷണം ഉൾപ്പെടെ വനിതകൾക്ക് 5000 രൂപയിൽ താഴെ താമസിക്കാൻ പറ്റുമെന്നുള്ളത് വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പല പ്രൈവറ്റ് ഹോസ്റ്റലുകളിലും 6-7 രൂപയിൽ കൂടുതൽ. ഈ ബ്രില്യന്റിലൊക്കെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് 10000 രൂപയുടെ അടുത്താകുന്നുണ്ട്. വരുന്നുണ്ട് അല്ലേ. നല്ല ഫുഡ് വേണം തോന്നുന്നു. ഫുഡൊക്കെ നമ്മൾ ഇവരുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് പിന്നെ അത് ഡിവൈഡ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാം. അല്ലാതെ ഇതിനകത്ത് ലാഭം നോക്കിയല്ലോ വനിതാ വികസന കോർപ്പറേഷൻ ഇത് ചെയ്യുന്നത്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു സേവനം അങ്ങനെ ചെയ്യാണ്. അതെ അതെ, തീർച്ചയായിട്ടും നഷ്ടവും വരത്തില്ല. പക്ഷെ ഇതിന് മുടക്കുന്ന മറ്റു തുകകളെല്ലാം അത് വനിതാ വികസന കോർപ്പറേഷന്റെ നേരിട്ടുള്ള ചെലവിൽ തന്നെ പോവുകയാണ്. ഇന്നിപ്പോ ഏറ്റവും നന്നായിട്ട് പോകുന്ന ഒരു കോർപ്പറേഷനാണ് ഈ വനിതാ വികസന കോർപ്പറേഷൻ. ലാഭവിഹിതം കഴിഞ്ഞ വർഷം ഗവൺമെന്റിന് കൊടുത്തു. ഈ വർഷം ഇപ്പൊ അടുത്ത ആഴ്ച അത് ഒരു 10-15 ലക്ഷം രൂപയോളം കൊടുക്കുകയാണ്. അപ്പം ബാക്കി അങ്ങനെ ലാഭം നല്ല 1,80,00,000 രൂപയോളം, 80 ലക്ഷം രൂപയോളം ലാഭമുണ്ട്. അപ്പം അതിൻ്റെ ഇത്ര ശതമാനമാണ് ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടത്, അത് കൊടുക്കുന്നുണ്ട്. പിന്നെ CSSR ഫണ്ട് വെച്ച് എന്തെങ്കിലും ഒരു സേവനം ചെയ്യുന്നുണ്ട്. ഈ ഒരുപാട് വർഷക്കാലം അധ്യാപികയായിട്ട് പ്രവർത്തിച്ചിരുന്നു പറഞ്ഞു. അപ്പം അതിനുശേഷം ഈ രാഷ്ട്രീയത്തിലേക്ക് എങ്ങനെയാണ് വന്നത്? ഇപ്പൊ രാഷ്ട്രീയം കേരള കോൺഗ്രസ് ആണെന്ന് തോന്നുന്നു അല്ലേ? അതെ. എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത്? എങ്ങനെയാണ്? ഞാൻ അധ്യാപികയായിരുന്നു. പിന്നെ സാമൂഹ്യ സേവന സംഘടനയായിട്ടുള്ള സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ പാലാ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അപ്പൊ ആ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചു. അപ്പോൾ ഇത് ബഹുമാനപ്പെട്ട മാണിസാറിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ഞാൻ അതിനുശേഷം ഇടുക്കി ജില്ലയിലേക്ക് ഹെഡ് മിസ്ട്രസ്സായിട്ട് മാറിപ്പോയി. അപ്പോൾ ഇവിടുത്തെ ഈ ചുമതലയിൽ നിന്ന് മാറി പിറ്റേ മാസം തന്നെ സാറിനെ വിളിച്ച് വനിതകളുടെ ഒരു സംഘടനയുണ്ട്, അതിൻ്റെ പാലായിലെ നിയോജകമണ്ഡലം പ്രസിഡൻ്റായിട്ട് തന്നെ നിയമിക്കുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ അതും ഒരു സേവന പ്രവർത്തനം എന്നുള്ള രീതിയിൽ നടന്നിരുന്ന കാര്യമാണ്. അപ്പം വനിതകളെ സംഘടിപ്പിക്കുക, അവിടേക്ക് ഒരു എന്നതാ മൈക്രോ ഫിനാൻസിൻ്റെ ഒരു സ്വാശ്രയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയായിരുന്നു അന്ന് തുടങ്ങിയത്. അപ്പം അങ്ങനെ കുറച്ച് ഗ്രൂപ്പുകളൊക്കെ എല്ലാ മണ്ഡലങ്ങളിലും പഞ്ചായത്തുകളിലും ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ മീനച്ചി പഞ്ചായത്തിൽ ഒരു 21ഓളം ഗൃഹശ്രീ യൂണിറ്റുകൾ ഉണ്ടാക്കിയായിരുന്നു ജില്ലാ ബാങ്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി. അന്ന് ഞാൻ അത് കഴിഞ്ഞിട്ട് ജില്ലാ ബാങ്കിൻ്റെ മെമ്പറുമായിരുന്നു. അപ്പോൾ അപ്പോഴൊക്കെ ആ ഗ്രൂപ്പുകൾക്ക് സഹകരണ ബാങ്കിൽ വഴിയൊക്കെ ലോൺ കൊടുക്കുകയും ഇപ്പോഴും ആ ഗ്രൂപ്പുകൾ നിലനിൽക്കുന്ന ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വനിതാ വികസന കോർപ്പറേഷന് പാലായിൽ നിന്നും ആണ് അതിൻ്റെ ഒരു ഡയറക്ടർ ബോർഡ് അംഗമെന്നത് ഒരു പാലാക്കാർക്കൊരു ഗുണകരമാകേണ്ടതാണ്, ആകുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതൊന്ന് വിശദമാക്കുക. അതായത് ഇപ്പോൾ മാനസാർ ഉൾപ്പെടെ ഒരുപാട് ഉന്നത സ്ഥാനങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ വിവിധ പോസ്റ്റുകളിൽ ഇരുന്നവർ പാലായ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പണ്ട് പോലെ ചെയ്യാറുണ്ട്. അപ്പം താങ്കൾക്ക് എന്താണ് പാലായ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യലായിട്ട്? ഇപ്പം നഗരസഭയുടെ ഹോസ്റ്റൽ ഏറ്റെടുത്ത ഒരു വലിയ കാര്യമാണ്, അതുപോലെ തന്നെ മറ്റെന്ത് ആണ് ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുമോ? പ്രോജക്റ്റ് ഇനിയാണെങ്കിലും നല്ല ഒരു ഹോസ്റ്റൽ സ്ഥലം ലീസിനെടുത്ത് നമുക്ക് വലിയൊരു ഹോസ്റ്റൽ പണിയാനുള്ള ഒരു തീരുമാനമുണ്ട്.
അത് നടപ്പിലാകുകയാണെങ്കിൽ നല്ല സൗകര്യപ്രദമായ സ്ഥലത്ത് അത് ഈ ഹോസ്റ്റലിൻ്റെ ഒരു വിജയം കൂടെ ആൾക്കാരൊക്കെ താമസിക്കാനും ഉണ്ട്. അപ്പോൾ അവർക്കതൊരു ഇതാണ് നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമാണെന്ന് തോന്നുന്നു അങ്ങനെ വരികയാണെങ്കിൽ. അപ്പം ഈ ഒരു റെന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മളിപ്പം സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് മാസം വരുമാനത്തിൽ നിന്നും റെന്റായിട്ട് എത്ര കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളത് ഒരു പിന്നെ തീർച്ചയായിട്ടും അതല്ല ഏറ്റവും സേഫായിട്ട് താമസിക്കാം. അതുകൊണ്ട് അതൊരു ഔദ്യോഗികമായിട്ടൊരു ഗവൺമെന്റിന്റെ തന്നെ ആകുമ്പോൾ മാട്രിനും എല്ലാം അവിടെ തന്നെ താമസിക്കുന്ന മാട്രിനും ഒക്കെ ശമ്പളം കൊടുത്ത് നമ്മൾ വെക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ പ്രദേശത്തൊക്കെ ഇതേപ്പറ്റി അറിയത്തില്ലാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. ചെറിയ ചെറിയ 5 സെന്റ് മുതലുള്ള സ്ഥലമുള്ള സ്ത്രീകളെന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ പേരിലായിരിക്കണമെന്നില്ല, കുടുംബത്തിൻ്റെ പേരിൽ സ്ഥലം ഉണ്ടെങ്കിൽ അല്ല ആരെങ്കിലും പേര് വസ്തു ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ലോൺ കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ പുരപണിയൊക്കെ പൂർത്തിയാകാതിരിക്കുന്ന അവസരത്തിൽ അപ്പോൾ സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചെറിയ ലോണുകൾ 5 സെന്റ് തൊട്ട് അതിൻ്റെ വാല്യുവേഷൻ അനുസരിച്ച് ലോൺ കൊടുക്കുന്നുണ്ട്. മാസം തോറും കൃത്യമായിട്ട് തിരിച്ചടയ്ക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൂടാതെ ഞാൻ എല്ലാ പഞ്ചായത്തുകളിലും അതുപോലെ ബ്ലോക്കുകളിലൊക്കെ ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അവിടുന്ന് ഉദ്യോഗസ്ഥർ വന്ന് ക്ലാസ് നടത്തും. കോട്ടയം ജില്ലയിൽ തന്നെ ഒരു മൊത്തം പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും വൈസ് പ്രസിഡന്റുമാരെയൊക്കെ വിളിച്ച് കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചൊരിക്കലൊരു ക്ലാസ് നടത്തിയിരുന്നു. പല മുനിസിപ്പാലിറ്റിയുടെ ഓഡിറ്റോറിയത്തിൽ നടത്തിയിട്ടുണ്ട്. എടമറ്റം മീനച്ചി പഞ്ചായത്തിലെ ഈ CDS 3 കോടി രൂപയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അടച്ചു തീർത്ത് കഴിഞ്ഞാൽ പിന്നെയും അടുത്തതായിട്ട് കൊടുക്കും. പക്ഷെ മിക്കവാറും പഞ്ചായത്തുകൾ ഈ സഹകരണ ബാങ്കുകൾ മറ്റു ബാങ്കുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവർക്ക് ഇതിനും കുറേ CDS കുറച്ച് മെനക്കെട്ടാലേ കിട്ടുള്ളൂ. പക്ഷെ CDSന് നല്ലതാണ്. CDSന് ഒരു പ്രവർത്തന മൂലധനം കൂടെ ഈ പലിശയിൽ നിന്ന് കിട്ടും. ഈ കോർപ്പറേഷന് കൊടുക്കേണ്ട പലിശയേക്കാൾ കൂടുതൽ ചെറിയൊരു 1% പലിശയൊക്കെ കൂട്ടിയാണ് അവർ CDS മേടിക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ പ്രവർത്തനത്തിന് നല്ല ഒരു സഹായകമാണ്. അപ്പം മീനച്ചി പഞ്ചായത്തിൽ നല്ല ഭംഗിയായിട്ട് അത് നടക്കുന്നുണ്ട്. ഇവിടുന്ന് ഒത്തിരി ധാരാളം സ്ത്രീകൾ ഇതിനു മുമ്പ് എടുത്തിട്ടില്ലാത്ത കുടുംബത്തിന് വേണ്ടിയിട്ട് എടുത്ത് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾക്കും വലുതായിട്ട് വിദ്യാഭ്യാസ വായ്പ എടുക്കുന്നവരുണ്ട്. ഇതിപ്പോൾ പാലക്കാട് CDS വഴി വേണം ഇതിലേക്ക് എത്താൻ അല്ലേ? അപേക്ഷ എന്തെങ്കിലും വേണമെങ്കിൽ ഓരോ പഞ്ചായത്തിലെ CDS ചെയർപേഴ്സൺ വഴി, അത് പിന്നെ ജില്ലാ മിഷനിൽ നിന്നുള്ള കോർഡിനേറ്ററുടെയും കൂടെ ഒരു സർട്ടിഫിക്കറ്റും ഒക്കെ കൊണ്ടാണ്. കാരണം ഇത് തിരിച്ചടവ്, പക്ഷെ CDS ആയിട്ട് എടുത്തു കഴിയുമ്പോൾ അതിന് തിരിച്ചടവ് ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. കൃത്യമായിട്ട് CDS അടയ്ക്കും എന്നുള്ളത്. അതുകൊണ്ട് ഈ 3 കോടി കൊടുക്കുന്ന തിരിച്ചതുപോലെ തന്നെ കൃത്യം മാസം വരുന്നുണ്ട്. പല കോർപ്പറേഷനുകളിൽ ഈ പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ, ന്യൂനപക്ഷ കോർപ്പറേഷൻ, ഇങ്ങനെയൊക്കെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ കൂടെ സർക്കാരിൻ്റെ പദ്ധതി വിഹിതവും കൂടെ കൂട്ടിയാണ് ഇവിടെ ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത്. എന്താണെങ്കിലും നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നുണ്ട്. ടീച്ചറായിരുന്ന ഒരാൾ സാമൂഹ്യ സേവന രംഗത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ മേലുകാവ് ഭാഗത്ത് കോട്ടയം ജില്ലയുടെ മലയോര മേഖലകളിലായിരുന്നു ആദ്യകാലത്തെ പ്രവർത്തനങ്ങൾ. അവസാന ഘട്ടത്തിൽ അപ്പം എങ്ങനെയായിരുന്നു ഈ സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ? അതൊന്ന് വിശദീകരിക്കുക. എങ്ങനെയൊക്കെയാണ് ചെയ്തത്? അവിടെ ഒരുമാതിരി ശരിക്കും ഒരു പിന്നോക്കാവസ്ഥയുള്ള പ്രദേശമാണല്ലോ. അപ്പോൾ അവിടുത്തെ എല്ലാ ആൾക്കാരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുന്നതിന് സ്കൂളെന്ന് വെച്ചാൽ അവരുടെ ഈ സ്കൂളിനകത്ത് മാത്രമല്ല പുറത്തും നമുക്ക് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. ശരിക്കും ST SC എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരുള്ള ഒരു സ്കൂളാണ്. അപ്പം അവിടെ ആ സ്കൂളിന് ഒത്തിരി പഴകിയ സ്കൂളായിരുന്നു. 75 വർഷത്തിന് ജൂബിലി ആഘോഷിക്കാൻ പറ്റി, പ്ലാറ്റിനം ജൂബിലി. അന്നൊരു സുവനീർ ഉണ്ടാക്കി. അപ്പം അത് എല്ലാവരുടെയും കൂടെ സഹകരണത്തോടെ പിന്നെ ആ സ്കൂളിനുള്ള പുനരുദ്ധരിക്കുന്നതിന് സ്കൂളിൽ മൊത്തം പൊളിച്ചു മേയുകയും അതുപോലെ തന്നെ മേൽക്കൂരയൊക്കെ മാറ്റുകയും പിന്നെ ഡെസ്ക്, സ്ക്രീന്, ബെഞ്ച് എല്ലാം മാറ്റി ഓരോ കുട്ടിക്കും ഓരോ കസേര, സാധാരണ സ്കൂളാണെന്ന് ഓർക്കണം, എയ്ഡഡ് സ്കൂളാണ്. അപ്പോൾ ഓരോ സ്കൂളിൽ ഒരു ക്ലാസ്സിൽ ഒരു 3 കുട്ടികൾക്ക് ഒരു ഡെസ്കും. അപ്പം എക്കണോമി സ്കൂളായിരുന്നു, 2 ഡിവിഷൻ വീതമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൂടാതെ കായിക പരിശീലനത്തിന് നമ്മൾ UP സ്കൂളാകുമ്പോൾ കായിക പരിശീലനത്തിന് വേറെ ആളില്ലെങ്കിലും ഞങ്ങൾ അധ്യാപകരുടെ സഹകരണത്തോടെ ആളെ വെച്ച് എല്ലാ വർഷവും കായിക മേഖലയിൽ നല്ല വിജയം നേടിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് പിള്ളേർക്ക് സ്പോർട്സ് കൗൺസിലൊക്കെ
പരിശീലനം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ എല്ലാ തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. അതുകൊണ്ട് തന്നെ നല്ല സഹകരണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് 11 വർഷം അവിടെ ഹെഡ് മിസ്സസ് ആയിട്ടിരുന്ന് അവിടുന്ന് തന്നെയാണ് ഞാൻ റിട്ടയർ ആയത്. അത് അവിടുത്തെ ആ ഒരു നമ്മൾ പിന്നെ പണ്ട് കാലത്തുണ്ടായിരുന്നല്ലോ, അധ്യാപകരായിരുന്നല്ലോ ഒരു പ്രദേശത്ത് എല്ലാ കാര്യങ്ങളുടേത്. അപ്പം ഞാനൊക്കെ സർവീസിൽ കയറുന്ന സമയത്ത് 84 കയറുന്നത്. അപ്പം അന്നൊക്കെ കൂടുതലും സോഷ്യൽ മീഡിയ ഒന്നും അധികം ഇല്ലല്ലോ. അപ്പം എല്ലാ കാര്യത്തിനും കൂടുതൽ സ്കൂളുകളിൽ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയ അധ്യാപകർ PTA-കാരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും പേരൻസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും നമുക്ക് അവർക്കറിയില്ലാത്ത കുട്ടികളെ എവിടെ പഠിപ്പിക്കണം, കരിയർ ഗൈഡൻസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും അപ്പോൾ ഇവർക്ക് ഒരു അപേക്ഷ എഴുതി കൊടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ സ്കൂളിൽ ചെയ്യും. പിന്നെ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക എന്നുള്ളതാണ് അതിനകത്ത്. എവിടെയാണെങ്കിലും അതാണ് നമ്മൾ ആ ഒരു ഒന്നിച്ചു നിന്ന് ഉള്ള പ്രവർത്തനം. അങ്ങനെ എനിക്ക് ഒരു വലിയ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്നിപ്പിച്ച് കൊണ്ടുപോയി എല്ലാം അതിൻ്റെതായ പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം ഇവിടെ മീനച്ചിലെ LP സ്കൂളിൽ 14 വർഷം അധ്യാപികയായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ സ്കൗട്ട് ഗൈഡിൻ്റെയൊക്കെ അങ്ങനെ സെൻറ് തോമസ് TTAയിൽ 3 വർഷം. പിന്നീടാണ് HM-ആയിട്ട് പോയത്. ആദ്യം കാഞ്ഞാറായിരുന്നു 3 വർഷം. അവിടെ നിന്നാണ് പിന്നെ മേലുകാവ് മറ്റം സെൻറ് തോമസ് AP സ്കൂളിൽ വന്നത്. വളരെ സംതൃപ്തകരമായ അധ്യാപന ജീവിതമായിരുന്നു. അപ്പം അത് എല്ലാം പറഞ്ഞ ഫുൾ ടൈം നമ്മൾ വർക്ക് ചെയ്യുക. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് 2005 മുതൽ ഹെഡ് മിസ്സസ്സായി. അതിനുശേഷമാണ് വനിതാ കോൺഗ്രസിൻ്റെ നിയോജകമണ്ഡലം പ്രസിഡൻ്റായത്. പിന്നെ റിട്ടയർ ആയി കഴിഞ്ഞാണ് സംസ്ഥാന പ്രസിഡൻ്റായത്. പിന്നെ ജില്ലാ പഞ്ചായത്തിൽ 2015-20 ജില്ലാ പഞ്ചായത്തിൽ ഭരണങ്ങാനം ഡിവിഷൻ്റെ മെമ്പറായി. അപ്പോഴും എനിക്ക് ഈ 4 പഞ്ചായത്തുകളാണ്, മീനച്ചിലെ, കരൂര്, കടനാട്, ഭരണങ്ങാനം. 4 പഞ്ചായത്തുകളിലും കൂടെ ഒരു 8-9 കോടി രൂപ വിനിയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അതിനകത്ത് അതെല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നോക്കി പദ്ധതികൾ വയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. സജലം എന്നും പറഞ്ഞൊരു പദ്ധതി മീനച്ചിലെ പൊന്നൊഴുകുന്തോട് എന്നും വെള്ളപ്പൊക്കമായിരുന്നു. ഒരു മഴ പെയ്താൽ അപ്പം തന്നെ ഇടമറ്റം ഭാഗം മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം പൊങ്ങി കുറേ ദിവസങ്ങൾ. അപ്പോൾ ആ തോട് ആഴം കൂട്ടി മീനച്ചി പഞ്ചായത്തിലെ ആ ഒരു പ്രദേശത്തെ പൊന്നൊഴുകുന്തോട് ആഴം കൂട്ടി അത് നല്ല രീതിയിൽ ആക്കിയിട്ടുണ്ട്. പിന്നെ അതിന് കൂടാതെ ചെക്ക് ഡാമുകൾ, കുടിവെള്ള പദ്ധതികൾ, ഓരോ പ്രദേശത്തിൻ്റെ ആവശ്യം അനുസരിച്ച് പിന്നെ കമ്മ്യൂണിറ്റി സെൻ്ററുകൾ, ഹാളുകൾ, ഇങ്ങനെ നമുക്ക് പിന്നെ റോഡ് മെയിൻ്റനൻസ്, ഇങ്ങനെ അതിൻ്റേതായ എല്ലാ മേഖലകളിലുമുള്ള ഇവിടെ കുടിവെള്ള പദ്ധതികളും, ഇവിടെ ഹോമിയോ ആശുപത്രിക്കാണെങ്കിലും പാലക്കാട് ഹോമിയോ ആശുപത്രിക്ക്, പിന്നെ സ്കൂളുകളിലെല്ലാം മുഴുവൻ ഹൈസ്കൂളുകളും ജില്ലാ പഞ്ചായത്തിന് കിട്ടിയിരിക്കുന്ന. അപ്പോൾ ഈ മേഖലയിൽ എയ്ഡഡ് സ്കൂളുകളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഗവൺമെൻറ് സ്കൂളുകളിൽ കഴിഞ്ഞിട്ട് ഈ മുഴുവൻ എല്ലാ സ്കൂളുകളിലും ഗേൾസ് ഫ്രണ്ട്ലി ടോയ്ലറ്റുകൾ അതൊരു 250 കോടി രൂപ മിച്ചം ചിലവഴിച്ചാണ് ഉണ്ടാക്കിയത് എല്ലാ സ്കൂളിലും. ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ നമുക്ക് ഇപ്പം ഒരുപാട് കാലം അധ്യാപികയായിരുന്നു, ഇപ്പോൾ ഇങ്ങനെ വനിതാ വികസന കോർപ്പറേഷനിൽ സേവനം ചെയ്യുന്നു. അങ്ങനെ സാമൂഹ്യ സേവന രംഗത്ത് അധ്യാപനമാണെങ്കിലും സാമൂഹ്യ സേവനം തന്നെ. ഇപ്പോഴത്തെ പുതിയ തലമുറയോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകർ ഒന്ന് പറയാവുന്ന ഒരു ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ. തീർച്ചയായിട്ടും നമ്മൾ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കണം, ഏത് മേഖലയിലാണെങ്കിലും. അതുപോലെ തന്നെ ഈ ലഹരി ഉപയോഗിക്കാതിരിക്കുക. എപ്പോഴും മാതാപിതാക്കളാണെങ്കിലും അധ്യാപകരാണെങ്കിലും കുട്ടികളെ നല്ല ശിക്ഷണത്തിൽ വളർത്തണം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പേരൻറ്റിങ് ഇല്ല. അധ്യാപകരാണേലും വടിയെടുക്കാൻ പാടില്ലെന്നൊക്കെ വന്ന് മൊത്തത്തിൽ അവരെയും പേടിപ്പിക്കുന്നുണ്ട്. ശരിക്കും എല്ലാവരുടെയും കൂടെ ഒരു മാർഗനിർദ്ദേശത്തോടെ ശാസനയും ശിക്ഷയും ഒക്കെ ആവശ്യത്തിന് കൊടുത്തു വേണം കുട്ടികളെ വളർത്താൻ. അപ്പോൾ അവർക്ക് നല്ല മൂല്യങ്ങളിൽ അടിയർച്ച ഒരു വിദ്യാഭ്യാസം വേണം നടത്താൻ. അത് വീട്ടിൽ നിന്ന് തന്നെ ആരംഭിക്കണം, ചെറുപ്പം മുതലേ. അത് മാതൃകകളും കൊടുക്കണം. ചില വീടുകളിലൊക്കെ മദ്യമയക്കുമരുന്നിനൊക്കെ അടിമപ്പെടുന്നത് കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. അപ്പം പിന്നെ അങ്ങനെ അതുപോലെ തന്നെ കുട്ടികളുമായിട്ടുള്ള സംസാരം കുറയുന്നതുകൊണ്ടാണ് അവർ മറ്റിടങ്ങളിൽ കൂടി തേടി പോകുന്നത്. എപ്പോഴും കുട്ടികളുമായിട്ട് നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കാനും അവരെ സ്നേഹത്തോടെ വളർത്താനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ വേറൊരു സമൂഹത്തോട് പറയാനുള്ളത്, ഇപ്പം സ്കൗട്ട് ഗൈഡ്, സ്റ്റുഡൻറ് പോലീസ്, NCC, ഇതുപോലെ ഒത്തിരി ധാരാളം സാമൂഹ്യ സേവന സംഘടനകളിൽ പഠിച്ച് മിടുക്കരായി പുറത്തേക്ക് ഇറങ്ങിയ ആൾക്കാർ ഒരുപാടുണ്ട്. അവരെ എല്ലാവരെയും കൂടെ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ മാതൃകാപരമായ ജീവിതം നയിക്കുന്നവരാണ്. അപ്പോൾ അവരെല്ലാം കൂടെ സംഘടിപ്പിച്ചുകൊണ്ട്
ഇങ്ങനെയുള്ള പൊതുവെയുള്ള സാമൂഹിക വിപത്തുകൾക്കെതിരെ പോരാടാനും കൂടി ഉള്ളൊരു ട്രെയിനിങ് അല്ലേ ഒരു ഇതോ കൊടുക്കേണ്ടതാണ്. ഒരു നിർദ്ദേശമൊക്കെ കൊടുത്ത് അവരെയൊക്കെ കൂടെ സംഘടിപ്പിച്ച് ഒരു സന്നദ്ധ സേവനം. കാരണം എനിക്കറിയാം എത്രയോ പേര് എല്ലാ മേഖലകളിലും ഉണ്ട് സ്കൗട്ട് ഗൈഡിൻ്റെ ഒക്കെ. അവർക്കൊക്കെ ഇതിനൊക്കെയുള്ള ട്രെയിനിങ്, ഫസ്റ്റ് എയ്ഡ്, ഇതുപോലെ തന്നെ ഈ പുകയില വിരുദ്ധ പ്രവർത്തനങ്ങൾ, അവരുടെ എല്ലാം ടെസ്റ്റുകൾ രാഷ്ട്രപതി സ്കൗട്ട് ഗൈഡ്. എനിക്ക് തോന്നുന്നു NCCയിലും NSSലും ഒക്കെ കോളേജുകളിലും സ്കൂളുകളിലും ഉയർന്ന ഒരു പോസ്റ്റ് നിന്ന കുട്ടികൾ പോലും കോളേജിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവർ മറ്റു പല ജോലികൾക്ക് ഓരോ കടയിൽ നിൽക്കാനും അങ്ങനെയൊക്കെ ഓരോ ജോലികൾക്കാണ് പോകുന്നത്. അവരെയൊക്കെ ഈ സർക്കാരിന് പല വിധത്തിൽ ഉപയോഗിക്കാവുന്നതല്ലേ? ഏത് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അവരെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഏകോപിപ്പിക്കാൻ പറ്റും. കാരണം അവർക്കുള്ള ട്രെയിനിങ്ങുകളെല്ലാം അവർ ചെറുപ്പത്തൊട്ടേ അവർ മാതൃകാപരമായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഹൈസ്കൂളുകളിലും ഹയർ സെക്കൻഡറിയിലും ഒക്കെ നല്ല സ്കൗട്ട് ഗൈഡിലാണെങ്കിൽ റേഞ്ചർ റോവർ എന്ന് പറഞ്ഞ മുതിർന്ന കുട്ടികൾക്ക് 25 വയസ്സ് വരെയുള്ളവർക്ക് 3 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെയുള്ള കുട്ടികൾ പരിശീലനം നേടി പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് ലക്ഷക്കണക്കിന് കുട്ടികളുണ്ട് കേരളത്തിൽ തന്നെ. അത് ഇന്ത്യയിലൊട്ടാകെ മൊത്തം ഓൾ ഓവർ രാജ്യത്ത് മൊത്തം എല്ലായിടത്തും ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരുടെ സേവനം പ്രയോജനപ്പെടുത്തണം. കാരണം അവർക്കും അതൊരു ഒന്ന് ഓർമ്മിപ്പിക്കുന്നതിനും ഒക്കെ ഇതാകും. അപ്പം ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊക്കെ ഉണ്ടോ ദിവസം ഒരു സൽപ്രവൃത്തിയെങ്കിലും ചെയ്യുക. അപ്പോൾ അങ്ങനെ നോക്കിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ദിവസം പല സൽപ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ പഠിക്കുന്നതുകൊണ്ടാണ്. അതുപോലെ ഒത്തിരി അധ്യാപകരും ഉണ്ട്, അതുപോലെ കുട്ടികളും ഉണ്ട് പരിശീലനം കിട്ടിയവർ. അപ്പോൾ അവരുടെ എല്ലാം സേവനം ഇങ്ങനെയുള്ള ഈ പ്രവർത്തനങ്ങളിൽ നമുക്ക് സ്വീകരിക്കാം. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ അംഗം, കേരള വനിതാ കോൺഗ്രസ് എം സംസ്ഥാന പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന ശ്രീമതി പെണ്ണമ്മ ടീച്ചറാണ് നമ്മോടൊപ്പം ഇത്ര നേരം സംസാരിച്ചത്. ടീച്ചർക്ക് നന്ദി. താങ്ക് യു. നന്ദി.